ഹലോ ഗസ്, രാവിലെ തന്നെ എണീറ്റ് ആദ്യം തന്നെ തുറന്നു നോക്കിയത് ബാൽക്കണിയിൽ വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇന്നലെ രാത്രി റൂം എടുത്തുകൊണ്ട് തന്നെ ഇവിടുത്തെ വ്യൂ ഒക്കെ ഇപ്പോഴാണ് ശരിക്കും കാണുന്നത്. ഇന്ന് നമുക്ക് ഗോവയിലെ കുറേ സ്ഥലങ്ങൾ കണ്ടു തീർക്കേണ്ട ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബൈക്ക് ട്രിപ്പ് തുടങ്ങിയിട്ട് ഇന്ന് 6ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ പോയ സ്ഥലങ്ങളിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ മറക്കല്ലേ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാനും മറക്കണ്ട. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ നമുക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടി വന്നതാണ് കേട്ടോ. എല്ലാ ഐറ്റത്തിൽ നിന്നും കുറച്ച് എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ശീലം. എല്ലാതും ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് എല്ലാതും എടുത്തു, കുറച്ചൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഏതായാലും സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി കുളിച്ചൊന്നും ഇല്ലെങ്കിൽ സൈഡിൽ നിന്നൊരു ഫോട്ടോ എങ്കിലും എടുക്കാതെ പോകുന്നത് ശരിയല്ലെന്ന് കരുതി 2 പോസ് ഇടാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ യാത്ര ഗോവയിൽ തുടങ്ങുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് നോർത്ത് ഗോവയിലാണ് കേട്ടോ. ആദ്യം തന്നെ പോകുന്നത് അഞ്ജുന ബീച്ചിലേക്കാണ്. രാവിലെ തന്നെ ഇറങ്ങിയോണ്ട് ബീച്ചിൽ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ബീച്ചാണ്. ഗോവയിൽ വരുമ്പം എന്തായാലും നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു ബീച്ചുകളിലൊന്നാണ് അഞ്ജന ബീച്ച് എന്ന് പറയുന്നത്. കുറേ പാറക്കെട്ടുകളും ഒരു സൈഡിൽ ചെറിയൊരു മലയൊക്കെ ആയിക്കൊണ്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഇവിടെ നിൽക്കാനായിട്ട്. നമ്മളവന് ബീച്ചിലൊന്നും പോകുമ്പോൾ ശരിക്കും നനയുകയോ കുളിക്കുകയൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ഫോട്ടോ എടുക്കുക, വീഡിയോസ് എടുക്കുക, കുറച്ച് അവിടെ നിന്ന് കണ്ട് ആസ്വദിച്ചിട്ട് തിരിച്ചു പോരുക എന്നുള്ളതാണ്. അഞ്ജന ബീച്ചിൽ കുറച്ച് സമയം ഇങ്ങനെ ചിലവഴിച്ച ശേഷം നമ്മൾ നേരെ ഇവിടുന്ന് പോകുന്നത് ഇങ്ങോട്ട് വന്ന വഴിക്ക് തന്നെ നേരെ ഓപ്പോസിറ്റ് നേരെ അങ്ങ് പോകാനുണ്ട്. അപ്പോൾ നമ്മൾ ഒരു മാർക്കറ്റിനകത്തേക്കാണ് ചെന്നെത്തുന്നത്. ഈ ഒരു മാർക്കറ്റിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മുടെ ഗോവയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഫ്ലീ മാർക്കറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ 2 സൈഡിലും ധാരാളം കടകളുണ്ട് കേട്ടോ. പിന്നെ ഇടയ്ക്കൊക്കെ ആയിട്ട് കുറേ കഫേയും റെസ്റ്റോറൻറ്റും കാണാൻ പറ്റും. അങ്ങനെ നമ്മളവിടെ ബൈക്ക് കൊണ്ട് വെച്ചിട്ട് അവിടെയും ഒരു ബീച്ചുണ്ട് കേട്ടോ. അത് ഇതിൻ്റെ ബാക്കിയാണോ എന്നുള്ളത് അറിഞ്ഞൂടാ. എന്തായാലും ആ ബീച്ചിലും കൂടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് പോകാമെന്ന് കരുതി. ഇവിടെയും കുറേ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ട്. നമ്മളെന്തായാലും ഇവിടെ നിന്നല്ല കേട്ടോ അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി കുറച്ച് നേരമൊക്കെ ഇവിടെ നിന്നു. ബീച്ചിൽ ഇറങ്ങാതെ കാല് നനയ്ക്കാതെ നിന്ന് എൻ്റെ ലാസ്റ്റ് ഷൂ അങ്ങോട്ട് കടലമ്മ നനച്ച് വിട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഷൂ ഉണങ്ങാനായിട്ട് കുറച്ച് സമയം എടുക്കും. അങ്ങനെ നമ്മൾ ഈ മാർക്കറ്റിനിടയിൽ കൂടെ നടന്നു പോകണം കേട്ടോ. ഓരോ ഷോപ്പിലും നല്ല ഭംഗിയുള്ള ഐറ്റംസൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അവിടുന്ന് നമ്മൾ നേരെ അടുത്തതായിട്ട് പോകുന്നത് മറ്റൊരു ബീച്ചിലേക്കാണ് കേട്ടോ. വാഗത്തൂർ ബീച്ച് എന്ന് പറയുന്നത്. എല്ലാം ബീച്ചാണെങ്കിലും പക്ഷേ ലുക്കിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുറേ നടുവിൽ പാറക്കെട്ടുകളും കാര്യങ്ങളൊക്കെ കാണാം. എല്ലായിടത്തും എന്തുകൊണ്ടോ തിരക്കൊക്കെ കുറവാണ് കേട്ടോ. നല്ല വെയിൽ സമയമായതുകൊണ്ടാണെന്ന് അറിയില്ല. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ പ്രധാനപ്പെട്ട 2-3 ബീച്ചുകളൊക്കെ കവർ ചെയ്തിട്ട് ഇനി മറ്റൊരു സ്ഥലത്തേക്ക് പോകണം. പോകുന്ന വഴിക്ക് ഇതുപോലെ ഒരു തിരക്ക് കണ്ടപ്പോഴാണ് ശ്രദ്ധിച്ചത് കാര്യം എന്താണെന്നുള്ളത്. ഞാൻ പല റീൽസിലും കണ്ടിട്ടുണ്ട് ഗോവയിൽ ഇതുപോലെ 2 സൈഡിൽ തെങ്ങ് നിൽക്കുന്ന ഈ ഒരു റോഡിൽ വെച്ചിട്ടുള്ള കുറേ റീൽസ്. അപ്പോൾ അതും എൻ്റെ ഫോട്ടോയും വീഡിയോ എടുക്കാനുള്ള തിരക്കാണ് ഈ നടു റോഡിൽ കാണുന്നത്. ഇത്രയും തിരക്കുള്ളപ്പോൾ പിന്നെ അതിൻ്റെ നടുക്കോട്ട് ഇറങ്ങി നിന്നിട്ട് ഞാനും കൂടെ തിരക്ക് കൂട്ടണ്ടെന്ന് കരുതി. പിന്നെ നമ്മുടെ സമയവും നഷ്ടപ്പെടും. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ. നേരെ നമ്മൾ ഇനി പോകുന്നത് ഓൾഡ് ഗോവയിലേക്കാണ്. അങ്ങനെ ഉച്ച കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഓൾഡ് ഗോവയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ സമയം വൈകും എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഏതായാലും ഉച്ചയ്ക്കത്തെ ഫുഡ് അങ്ങ് സ്കിപ്പ് ചെയ്തു. പകരം ഒരു ജൽജീരയും കരിമ്പ് ജ്യൂസൊക്കെ വാങ്ങിച്ച് കുടിച്ചിട്ടോ.
ആദ്യം തന്നെ നമ്മളങ്ങനെ ഓൾഡ് ഗോവ ചർച്ചിലേക്ക് കയറുകയാണ്. കയറുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് മെഴുകുതിരി വാങ്ങിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും പഴക്കമേറിയ കുറേ പള്ളികളിൽ ഒരു പ്രധാനപ്പെട്ട പള്ളിയാണ് ഈ ഓൾഡ് ഗോവ ചർച്ച്. പോർച്ചുഗീസ് കൊളോണിയൽ കാലത്ത് പണിതീർത്തിട്ടുള്ള ബസിലിക്ക ഓഫ് ബോം ജീസസ് എന്ന പള്ളിയുടെ വിശേഷങ്ങളാണ് കേട്ടോ ഇനി പറയാൻ പോകുന്നത്. നമ്മൾ ആദ്യം തന്നെ മെഴുകുതിരിയൊക്കെ കത്തിച്ചവിടെ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി കയറുകയാണ്. ഓൾഡ് ഗോവയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു പള്ളി ക്രൈസ്തവ വിശ്വാസികളുടെ തീർത്ഥാടന കേന്ദ്രം മാത്രമല്ല, ഒരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ് കേട്ടോ. ഇന്ത്യയിലെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ കേന്ദ്രമായ ഒരു ചരിത്ര സ്മാരകം കൂടിയാണ് ഈ പള്ളി. ഈ പള്ളിയുടെ നിർമ്മാണം ആരംഭിച്ചത് 1594 പൂർത്തിയായത് 1605 പോർച്ചുഗീസ് ആധിപത്യമുള്ള സമയത്ത് പണിത പള്ളിയായതുകൊണ്ട് തന്നെ പള്ളി പോർച്ചുഗീസ് ഗോതിക ശൈലിയിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ബോം ജീസസ് എന്നത് പോർച്ചുഗീസ് ഭാഷയിലെ ഒരു വേർഡാണ്. അതിൻ്റെ അർത്ഥം വരുന്നത് ഗുഡ് ജീസസ് അല്ലെങ്കിൽ ശ്രേഷ്ഠനായ യേശു എന്നാണ്. ചെങ്കല്ലുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു പള്ളിയുടെ ഉള്ളിലേക്ക് ധാരാളം കാഴ്ചകൾ കാണാൻ കേട്ടോ. ഒരു ആർട്ട് ഗാലറിയും ഉണ്ട് ഇതിനോട് അനുബന്ധിച്ച് തന്നെ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടത്. 1986 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ പള്ളിയാണ് ഈ പള്ളി. ഈ പള്ളിയുടെ പ്രധാന ആകർഷണത്തിലൊന്നാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ ഭൗതിക ശരീരം ഒരു 400 വർഷത്തിലധികമായിട്ട് ഇവിടെ ഇപ്പോഴും കേടുകൂടാതെ സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളത്. 1552 അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശരീരം ഈ പള്ളിയിൽ ഇങ്ങനെ കേടുകൂടാതെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ 10 വർഷത്തിലൊരിക്കൽ അദ്ദേഹത്തിൻ്റെ ശരീരം പുറത്തെടുത്ത് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കാറുണ്ട്. ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് ബാരോക്ക് എന്ന ആർക്കിടെക്ചറിലാണ്. ഗോവ സന്ദർശിക്കുന്ന എല്ലാവരും പ്രധാനമായിട്ടും കൂടി വന്ന് സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് ഓൾഡ് ഗോവ ചർച്ച്. അങ്ങനെ പള്ളിയിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വെളിയിലിറങ്ങി. ഇവിടെ കയറുന്നതിന് പ്രത്യേകിച്ച് എൻട്രൻസ് ഫീയോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. പള്ളിയുടെ പുറകുവശത്തായിട്ട് നമുക്ക് റെസ്റ്റ് റൂമിൻ്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇതിന് നേരെ ഓപ്പോസിറ്റുള്ള മറ്റൊരു പള്ളിയിലേക്ക് പോകാൻ കേട്ടോ. ബസിലിക്ക ഓഫ് ബോം ജീസസിൻ്റെ തന്നെ തൊട്ട് ഓപ്പോസിറ്റുള്ള മറ്റൊരു വലിയ പള്ളിയാണ് സെൻറ്റ് കാത്തഡ്രൽ ചർച്ച് എന്ന് പറയുന്നത്. നമ്മളങ്ങനെ ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല വെയിലുള്ള സമയമാണ്, ഉച്ച സമയമായതുകൊണ്ട് തന്നെ. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന വലിയ പള്ളികളിൽ ഒന്നാണ് ഈ പള്ളി. ഗോവയിലെ ക്രൈസ്തവ മതപാരമ്പര്യത്തിൻ്റെ ആധികാരികതയും പോർച്ചുഗീസ് ആധിപത്യകാലത്തെ ആർക്കിടെക്ചറിൻ്റെ തെളിവായിട്ട് നിലകൊള്ളുന്ന മഹത്തായ സ്മാരകം കൂടിയാണിത്. 1562 നിർമ്മാണം ആരംഭിച്ചിട്ട് ഈ പള്ളിയുടെ നിർമ്മാണം പൂർത്തിയായിട്ടുള്ളത് 1619 പോർച്ചുഗീസ് ഭരണാധികൾ തന്നെയാണ് ഈ ഒരു പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പള്ളി നിർമ്മിക്കാനുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് 1510 ഇന്ത്യയിലെ ഗോവ നഗരത്തിൽ പോർച്ചുഗീസ് സേന വിജയിച്ചതിൻ്റെ കാര്യം ഓർക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പള്ളിയിലെ മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ഗോൾഡൻ ബെല്ല് എന്ന് പറയുന്നതാണ്. ഗോവയിലെ തന്നെ ഏറ്റവും വലിയ പള്ളിബെൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ചുകൂടെ നടന്ന് മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനൊരു സ്ഥലത്ത് ഈ സ്ഥലത്തിൻ്റെ പേര് സെൻറ്റ് അഗസ്റ്റിൻ ടവർ എന്നാണ്. സെൻറ്റ് അഗസ്റ്റിൻ പള്ളിയുടെ ഭാഗമായിട്ടുള്ള ടവറാണ് ഇപ്പോൾ ഈ കാണുന്നത്. 1602 പോർച്ചുഗീസ് ഭരണ സമയത്താണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. കാലത്തിൻ്റെ കാലാവസ്ഥയുടെയും ആക്രമണത്തിൽ ഇന്ന് ഈ ടവർ മാത്രമേ ഇവിടെ അവശേഷിക്കുന്നുള്ളൂ. എന്നിരുന്നാൽ പോലും യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ സെൻറ്റ് അഗസ്റ്റിൻ ടവർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ബാക്കിയുള്ള അവശേഷിപ്പുകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മൾ ഓൾഡ് ഗോവയിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട്. അപ്പോൾ ഗോവയിൽ വരുന്നവർ എന്തായാലും വന്ന് കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളാണ് ഈ കാണിച്ചതൊക്കെ തന്നെ. ഇനി നമ്മൾ നേരെ പോകുന്നത് അഗോഡ ഫോർട്ടിലേക്കാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളായിട്ട് മറ്റൊരു വീഡിയോയിൽ വരാം. അപ്പോൾ ഓക്കെ, ബൈ.